നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ അച്ഛനെ അമ്മയെ ഏൽപ്പിച്ചതാരാ? ഭഗവാനല്ലേ? മകളാണെന്ന് പറഞ്ഞതും മനസ്സു പകുത്ത് സ്നേഹം കൊടുക്കാൻ പറഞ്ഞതും ഭഗവാനാണ്. നമ്മളെ ഇനി ആർക്കും പിരിക്കാൻ പറ്റില്ല മോളെ, ഒരു ശക്തിക്കും. വെറുതെ ആവശ്യമില്ലാത്ത സങ്കടങ്ങൾ വെച്ചു കൂട്ടണ്ട. എന്റെ മോള് കരയുന്നത് കണ്ട അമ്മയുടെ നെഞ്ച് വല്ലാതെ വേദനിക്കും. വാ, നമുക്ക് അച്ഛന്റെ അടുത്തേക്ക് പോവാം. വളർത്തമ്മയും മോളും തമ്മിലുള്ള ബന്ധം ചെറുതൊന്നുമല്ല, പൊട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാ. പക്ഷേ എത്ര കഠിനമായാലും വേർപെടുത്തിയല്ലേ പറ്റൂ. എന്താ ശോതെ, കണ്ട കാഴ്ചയിൽ തന്നെ നീ മോളെ കരയിപ്പിച്ചോ? ഞാൻ കരയിച്ചതൊന്നുമല്ല. എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് മോള് തന്നെയാ കരഞ്ഞ്. എന്ത് സ്വപ്ന അത്? അത് എന്താ അമ്മയും മോളും കൂടി ഒരു ഒളിച്ചു കളി? പറയും മോളെ. ആരോ മോളെ തേടി വരുന്നു, അവകാശം പറയുന്നു, നമ്മുടെ അടുത്തു നിന്നും പിടിച്ചോണ്ട് പോവാൻ ശ്രമിക്കുന്നു. കൂടെ കാണുന്ന അച്ഛാ, അതുകൊണ്ടാ. ആ നടയിലേക്ക് നോക്കുക, ഭഗവാനുണ്ട്. ആ ധൈര്യത്തിലല്ലേ അച്ഛൻ നിങ്ങളെ വളർത്തുന്നത്. നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം ഭഗവാൻ ചെയ്യോ? മോളെ അച്ഛനെ അമ്മയെ ഏൽപ്പിച്ചതാരാ? ഭഗവാനല്ലേ? മകളാണെന്ന് പറഞ്ഞതും മനസ്സു പകുത്ത് സ്നേഹം കൊടുക്കാൻ പറഞ്ഞതും ഭഗവാനാണ്. നമ്മളെ ഇനി ആർക്കും പിരിക്കാൻ പറ്റില്ല മോളെ, ഒരു ശക്തിക്കും. അതുപോട്ടെ, എങ്ങനെ നടക്കുന്നു സൂര്യയുടെ ചികിത്സയൊക്കെ? ഏട്ടന് നല്ല മാറ്റമുണ്ട് അച്ഛാ, പ്രത്യേകിച്ച് ഏട്ടന്റെ മനസ്സിന്. ഇപ്പൊ എന്താന്നറിയോ, ഏട്ടൻ എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ പറയും, പ്രതീക്ഷയോടെ സംസാരിക്കുകയും ചെയ്യും. മുൻപ് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എല്ലാം അവസാനിച്ചു എന്നുള്ള ഭാവത്തിലൊരു ഇരിപ്പായിരുന്നില്ലേ? ഇപ്പൊ അതൊക്കെ മാറി, ശരിക്കും മാറി. മാറും മോളെ, എല്ലാം ശരിയാവും. ആ, മോള് പറഞ്ഞ പ്രത്യേക പൂജകളൊക്കെ അച്ഛൻ ചെയ്യുന്നുണ്ട്. ദിവസവും അത് തുടരുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ചികിത്സിക്കാൻ വന്ന വൈദ്യുതി നിസ്സാരക്കാരനല്ലല്ലോ. ചുറ്റും നിൽക്കുന്ന നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് സൂര്യക്ക് നല്ലൊരു മാനസികാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഏട്ടന് സുഖമായി കഴിഞ്ഞാല് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും കേട്ടോ. കണിമംഗലത്തിന്റെ പ്രൗഢിയല്ല, ആറ്റുശ്ശേരിയിലെ പവിത്രതയാ എന്റെ മനസ്സിന് ചേരുക. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പൊ മോൾ അവിടെ നിൽക്കുന്നോണ്ട് അച്ഛന് വേറൊരു സമാധാനം കൂടിയുണ്ട്, പ്രിയങ്കയുടെ കാര്യത്തില്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അവൾ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അവളെക്കുറിച്ച് ആരും ഒരു പരാതി പറഞ്ഞ് കേട്ടതുമില്ല. അടുക്കും ചിട്ടയുള്ള ഒരു ജീവിതം മനസ്സിലാക്കി കൊടുക്കാൻ എന്റെ മോൾ അവളുടെ കൂടെ ഉണ്ടാവും, നല്ലതാ. അതുകൊണ്ട് സൂര്യയുടെ ചികിത്സ കഴിഞ്ഞാലും പ്രിയങ്ക നേരെയായെന്ന് തോന്നുന്നവരെ മോളെ കണിമംഗലത്ത് നിൽക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അയ്യോ, അതെങ്ങനെ ശരിയാവുക?
ആദ്യം ഈ പറഞ്ഞ് നടക്കട്ടെ യശോദേ, എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ആലോചിക്കാം. അച്ഛ, ഞാൻ ഭഗവാൻ ശർത്തൻ മാല കെട്ടിക്കൊണ്ട് വരട്ടെ? കുറെ നാളായില്ലേ ചെയ്തിട്ട്? ഓ, ചെയ്തോളൂ. ഈ ഭക്തയുടെ ഹാരം കിട്ടായിട്ട് ഭഗവാനും പരാതി ഉണ്ടാവും. അതെ, സൂര്യയുടെ അസുഖം മാറിയാൽ ഉടൻ തന്നെ അവൾ ഇങ്ങ് പോന്നോട്ടെ. പിന്നെ അവിടെ നിൽക്കാൻ നിർബന്ധിക്കണ്ട. രാധിക മോൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നം താൻ കാണുന്നുണ്ടോ? അതല്ല, ഒരു മുതിർന്ന പെൺകുട്ടിയല്ലേ. എന്താണ്, മറ്റുള്ള അച്ഛനമ്മമാര് മക്കളെ വിശ്വസിക്കുന്ന പോലെ അല്ലല്ലോ. എന്റെയും തന്റെയും വിശ്വാസത്തിന്റെ താക്കോലല്ലേ അവള്. അവളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വരില്ല. എന്റെ മോളാ അവള്. തന്തയും തള്ളയും മോളും കൂടി അങ്ങ് സ്നേഹിച്ച് മത്സരിക്കാം. ഇവറ്റകൾക്കൊന്നും വേറെ പണിയില്ലേ? മോളെ, ഇന്ന് എന്റെ മോള് ജനിച്ച ദിവസം ഞാനൊന്ന് കൊതി തീരെ കാണുന്നതിന് മുമ്പേ എനിക്ക് നഷ്ടപ്പെട്ട മോളുടെ പിറന്നാള് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അവള് ഈ പരിസരത്ത് എവിടെയുണ്ടെന്ന്. എന്താ? എന്റെ മോള് മോളെ, ഞാൻ നിന്റെ അമ്മയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.